ഹലോ ഗൈസ്, ഇന്ന് പാർട്ട് 2 ആണ്. വീടിൻ്റെ കുറച്ച് കാണിക്കാണ്ട് വീടൊക്കെ നിങ്ങൾ കുറച്ച് കണ്ടിട്ടുണ്ട്. സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെ ഇവരൊക്കെ കാണുന്നത് കുറച്ച് കാണിക്കാനുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാ. ഏശൊക്കെ ചിന്തി പണ്ടത്തെ ഇപ്പൊ ഭയങ്കര തണുപ്പായി. ഈ റൂം കടിയാണ് കുറച്ച് ഇഷ്ടം കിട്ടും. അടുത്തുണ്ട് വേറെ ഉണ്ട് ഇതിൻ്റെ ലൈറ്റ് ഔട്ട്. രണ്ടാമത്തെ ഇങ്ങോട്ടൊന്നും കേട്ടോ, ഈ രണ്ടെണ്ണുള്ളൂ. ഇവിടെ കാഴ്ച കാണാം. വൈമല കുറച്ച് ദൂരമുള്ളൂ.
അതുകൊണ്ടിരി ഈ രണ്ടോണ്ടിരിക്കണ ലൈറ്റിട്ട് അമ്മായി മാറാണ് പിന്നൊക്കെ വീട് ഒരു ടൗൺ പറയുന്നത് ടൗൺ അങ്ങനെ ജെറുസലേം ദേവാലയത്തിന്റെ ആ വഴിയിലൂടെ നടക്കുമ്പോൾ ആ വഴി രാത്രി സമയമാണ്. ആ രാത്രി ഇത്രയുള്ളൂ ഇനി തീരാൻ വേണ്ടി കുറച്ച് തീർക്കാൻ പോകണം. വലിയ ഒരു മുന്തിരിച്ചെടി നിറയെ പലതൂടി നിൽക്കുന്ന ഒരു മുന്തിരിച്ചെടിയുടെ സ്വർണത്തിൽ ഒപ്പിവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് കടന്നു പോകുമ്പോൾ ഈശോ ശിഷ്യന്മാര് വഴിയിൽ രസവത്തോട്ടത്തിലേക്ക് പോകുമ്പോൾ ഈ സ്വർണം കൊണ്ടുണ്ടാക്കിയ ആ മുന്തിരിച്ചെടിയുടെ ആ രൂപത്തെ കടന്നാണ് അവർ പോകുന്നത്. മറ്റേ രണ്ട് രാത്രിയിൽ ഈ സ്വർണത്തിലേക്ക് നിലാവിന്റെ ആ നീല വെളിച്ചം അരിച്ചിറങ്ങുമ്പോ ഈ സ്വർണം തേജസ്സോടെ പ്രകാശിച്ച് ആ മുന്തിരിച്ചെടി വളരെ പ്രകാശിച്ച് നിൽക്കുന്ന ആ പ്രകാശത്തിന്റെ മുമ്പിലൂടാണ് ഇവർ കടന്നു പോകുന്നത്. നിശ്ചയമായിട്ടും കർത്താവ് ഈ വഴി പാസ് ചെയ്ത് പോയപ്പോഴാവണം കർത്താവ് പറയുന്നത്, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എന്റെ പിതാവ് കൃഷിക്കാരനുമാണ് എന്ന ഈ അനാലജി ഉപയോഗിക്കുന്നത് ഈ ഒരു